ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടൊരു ബിരിയാണി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ സിമ്പിളായിട്ട് കേട്ടോ, വല്ല റിസ്ക്കൊന്നുമില്ല. ഉള്ളി അത് നല്ല ചെറുതായിട്ടാണ് കട്ട് ചെയ്യുക. അതേ ഇതിൽ തന്നെ ചെറുതായിട്ട് തന്നെ തക്കാളി നല്ലപോലെ അങ്ങോട്ട് കട്ട് ചെയ്യുക. ഏറ്റവും നൈസാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രത്തോളം നല്ല ഏറ്റവും നൈസാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലാം ഓരോ ബൗളിലാക്കിയൊക്കെ സെറ്റാക്കി വെക്കുക ആദ്യം. അതുമാത്രം ഉള്ളി വേറെ പാത്രത്തിലും തക്കാളി വേറെ രണ്ട് സെറ്റാകാത്ത പോലത്തെ. പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അങ്ങനെ 3 സാധനം 3 ബൗളിലാക്കി ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒക്കെ ജാറിൽ ഒന്ന് ചതച്ചെടുക്കുക. ആദ്യം നമ്മൾ ഇഞ്ചി ചതച്ചെടുത്തു, പിന്നെ അടുത്തത് വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, അങ്ങനെ എല്ലാം എടുത്തിട്ട് അരിയാണെങ്കിൽ ഒരു 5 മിനിറ്റ് വരെ വെള്ളത്തിട്ട് വയ്ക്കുക. 2-3 മിനിറ്റൊക്കെ ഇട്ട് വെച്ചാലും മതി. പിന്നെ ഒക്കെ അതിൻ്റെ ശേഷമൊക്കെ സെറ്റായി നമ്മൾ ഒക്കെ ചതച്ചൊക്കെ വെച്ചിട്ട് പിന്നെ ചതച്ച സാധനമൊക്കെ സെപ്പറൊക്കെ ഒന്നാക്കി ലാസ്റ്റ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ അരി എല്ലാം ഒരു ഓട്ടപാത്രത്തിൽ വെള്ളം ഫുള്ള് ചോർന്ന് പോലെ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഓയിൽ നല്ല ചൂടായതിന് ശേഷം ആദ്യം ഉള്ളി ഇടുകയാണ്. ഉള്ളി ഇട്ടിട്ട് കുറച്ച് നമ്മൾ സലാഡയ്ക്ക് മാത്രം മാറ്റി വെച്ചു. ബാക്കി നമ്മൾ അതിലിട്ട് നല്ലൊന്ന് വാട്ടാൻ നിന്നു. ഒരു നല്ലൊരു ചെറിയ മേടിയൊരു വാട്ടനായ അപ്പോൾ തന്നെ നമ്മൾ അടുത്ത് തക്കാളി എടുത്തിട്ട് തക്കാളി അതിലിട്ട് വാട്ടാൻ തുടങ്ങി. അങ്ങനെ തക്കാളി വാടി ഒരു ഷേപ്പൊക്കെ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൽ നമ്മൾ ഇപ്പം ഇട്ടു. കുക്കറിൽ നമ്മൾ ചിക്കൻ ആദ്യം, ഇത് മറ്റേ ചിക്കൻ നാടൻ കോഴിയായിരുന്നു. അപ്പോൾ നാടൻ ചിക്കൻ ആയിരുന്നു. നമ്മൾ ആദ്യം കുക്കറിലൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിരുന്നു. പിന്നെ ഇതിലിട്ട് ഇളക്കാൻ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഓരോ പൊടികളും ഇടാൻ നോക്കുകയാണ്. അപ്പോൾ നല്ല ചൂടായൊക്കെ സെറ്റായതിൻ്റെ ശേഷം നമ്മൾ ആദ്യത്തെ മിക്സിയിൽ ജാറിലെടുത്ത് അത് ഇതിൽ കൊണ്ടുവന്ന് ഇട്ടു. നല്ല ടെൻഷൻ. പിന്നെ കുറച്ച് പുതിനയും മല്ലിച്ചപ്പും മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉപ്പിട്ടു. പിന്നെ ഗരം മസാല ഞങ്ങൾ പൊടിച്ച് വെച്ചതായിരുന്നു, അത് ഇട്ടു. ഉപ്പും ഒക്കെ പാകത്തിന്, അങ്ങനെ കൊട്ടുമ്പോൾ നോക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ഒരുമാതിരി നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞങ്ങളതിൽ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈര് ആഡ് ചെയ്തിരുന്നു. തൈരൊന്നും കുറച്ച് ചെന്ന് അതിൻ്റെ മേലെ കൂടെ ഒന്ന് ആക്കി കൊടുത്ത് നല്ല വെട്ടി തിളച്ചിക്കും വെള്ളത്തേക്ക് അരി ഇട്ടതിന് ശേഷം നല്ലൊരു ഹാഫ് വേവിലാണ് നമ്മളങ്ങോട്ട് ഊറ്റിയെടുത്ത് അതിൻ്റെ ഓട്ടപാത്രം വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇതിൻ്റെ മേലെ കൂടെ അപ്ലൈ ചെയ്തു. എന്നിട്ട് നല്ലപോലെ അമർത്തി ദമ്മിൽ നല്ല അമർത്തി വെക്കണം. അതിൻ്റെ മേലെ കൂടെ നമുക്ക് 6 kg നെയ്യോ എന്താണുള്ളത് വെച്ചാൽ അതിൻ്റെ മേലെ കൂടെ ആഡ് ചെയ്തു. അത് കൂടാതെ മല്ലിച്ചപ്പ്, പുതിനയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളൊരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ നമുക്ക് അടച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് തുറന്നെടുത്ത് നോക്കി അടിപൊളി ബിരിയാണി ആയിരുന്നു. അടിപൊളി നല്ല കളറുണ്ടായിരുന്നു, നല്ല സ്മെല്ലുണ്ട്. നല്ല അടിപൊളി ബിരിയാണി. നമ്മൾ ഹാഫ് വേവിൽ ഊറ്റിയെടുത്തത് ഇതിൽ കിടന്നേണ്ട ബാക്കി വേവ് കറക്റ്റായി. നമ്മൾ ആദ്യം എടുത്ത് വെച്ചതിൻ്റെ സലാഡും സമ്മന്തി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.